കോട്ടയം തിരുവാർപ്പിൽ CITU പ്രവർത്തകരും ബസ് ഉടമയും തമ്മിലുണ്ടായിരുന്ന തർക്കം ഒത്തുതീർപ്പായി ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ബസ് ഉടമയും CITU പ്രവർത്തകരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഉടമയുടെ എല്ലാ ബസ്സുകളും നാളെ മുതൽ സർവീസ് ആരംഭിക്കും. നീണ്ടുപോയെങ്കിലും അത് ഗമ്യമായിട്ട് തന്നെ പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തൊഴിലാളികൾക്കുള്ള ആശങ്കകളും ഉടമയുടെ ആശങ്കകളും ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് യൂണിയൻ്റെ കൂടെ ഭാരവാഹികളെല്ലാം ഉണ്ടായിരുന്നു. ആ വളരെ സൗഹാർദ്ദപരമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് തൊഴിലാളികൾക്കോ ഉടമയ്ക്കോ ഉള്ള ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു 4 മാസത്തെ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകാനുള്ള സമയം കൂടെ കൊടുത്ത് ആ 4 മാസത്തെ ഒരു സാവകാശം കൊടുത്ത് വീണ്ടും ചർച്ച ചെയ്ത് എന്തെങ്കിലും തൊഴിലാളികൾക്കോ ഉടമയ്ക്കോ ഉള്ള പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഇപ്പോഴത്തെ നിലവിലുള്ള ഈ മറ്റേ ശമ്പളം കാര്യത്തിലൊക്കെ നിലവിൽ തുടരുക. പിന്നെ നമ്മൾ ഈ ജീവനക്കാർക്കുണ്ടായിരുന്ന ആ ആക്ഷേപം പരിഹരിക്കാനാണ് ഈ റൊട്ടേഷൻ വ്യവസ്ഥ. അതായത് എല്ലാ വണ്ടികളിലും എല്ലാവർക്കും തൊഴിലാളികളും മാറി ജോലി ചെയ്യുക ഈ 4 മാസത്തേക്ക്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഇരുന്ന് ചർച്ച ചെയ്ത് എന്തെങ്കിലും തൊഴിലാളികൾക്ക് ആശങ്കയോ പരാതികളോ ഉണ്ടെങ്കിൽ അതും ഉടമയ്ക്ക് എന്തെങ്കിലും ആശങ്കയോ പരാതികളോ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാനാണ് ഇപ്പം ഞങ്ങൾ തീരുമാനം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മരിയുണ്ട് കോട്ടയത്ത് നിന്ന്. മരിയ, 2 ഘട്ടങ്ങളിൽ 2 ദിവസങ്ങളായി നടന്ന ചർച്ചയ്ക്കാണ് ഇത്തരത്തിലൊരു പര്യവസാനം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, തിരുവാർപ്പിൽ ബസ് തൊഴിലാളി തർക്കത്തിൽ അവസാനം ധാരണയായിരിക്കുകയാണ്. ഇന്ന് രാവിലെ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും രാജ്മോഹനെ മർദ്ദിച്ച CITU പ്രവർത്തകൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാജ്മോഹൻ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. എന്തായാലും വൈകിട്ട് ചർച്ച പുനരാരംഭിക്കുകയും ചർച്ചയിൽ തീരുമാനമാവുകയുമാണ് ചെയ്തത്. ചർച്ചയിൽ എല്ലാ ബസ്സുകളിലും നാളെ മുതൽ സർവീസ് വീണ്ടും ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 4 മാസത്തെ റൊട്ടേഷൻ വ്യവസ്ഥയിൽ ധാരണയായി തൊഴിലാളികൾ ആരോടും പക്ഷഭേദം കാണിക്കാതെ നിലവിൽ കളക്ഷൻ കുറവുള്ള ബസ്സുകളിൽ ജീവനക്കാർക്ക് ശമ്പളം കുറവാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാ ബസ്സിലെ ജീവനക്കാരും മാറി മാറി എല്ലാ ബസ്സുകളിലും ജോലി ചെയ്യണമെന്നും വ്യവസ്ഥയാണ് തീരുമാനമായത്. സമാധാനപരമായ ചർച്ചയാണ് ഇന്ന് നടന്നത്. മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഇനി ആരും തമ്മിൽ ഒരു സംസാരം ഉണ്ടാകില്ല എന്നും ചർച്ചയിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. 4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചർച്ച വെച്ച് കാര്യങ്ങൾ ഒന്നുകൂടി തീർച്ച വരുത്തുന്നതാണെന്നും ലേബർ ഓഫീസറും CITU പ്രവർത്തകരും ചർച്ചയിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ ബസ് സർവീസ് പുനരാരംഭിക്കുമെന്ന് രാജ്മോഹൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കുറെ ദിവസങ്ങളായി കൂലി തർക്കവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നത്തിന് അവസാനം ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ് എബി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവാർപ്പിലുണ്ടായിരുന്ന ആ തർക്കത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ചർച്ച നടന്നത്. ഇന്നലെ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഇന്ന് രാവിലെ വീണ്ടും ചർച്ച നടത്തിയെങ്കിലും ചർച്ചയ്ക്ക് തന്നെ മർദ്ദിച്ച ആൾ കൂടി എത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബസ് ഉടമ ചർച്ചയിൽ പങ്കെടുക്കാതെ പോവുകയായിരുന്നു. തുടർന്നാണ് വൈകുന്നേരം ചർച്ച വീണ്ടും നടത്തിയത്. ഈ ചർച്ചയിലാണ് ഇത്തരത്തിൽ രമ്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പരിഹരിച്ചിരിക്കുന്നത്. ബസ് ഉടമയുടെ മുഴുവൻ ബസ്സുകളും നാളെ മുതൽ തന്നെ സർവീസ് ആരംഭിക്കും. ഒപ്പം ഈ ബസ്സുകളിൽ റൊട്ടേഷൻ വ്യവസ്ഥയിൽ തൊഴിലാളികൾ ജോലി ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ചില ബസ്സുകളിൽ കളക്ഷൻ കുറവായതിനെ തുടർന്ന് ശമ്പളം കുറവുള്ള സാഹചര്യമുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 4 മാസത്തിന് ശേഷം വീണ്ടും ഒരു ചർച്ച കൂടി നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും മരിയയാണ്.